സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. അമേരിക്കൻ മീഡിയേഷനിൽ ഉണ്ടാക്കിയ ഒരു വെടിനിർത്തൽ ഫോർമുല ഇസ്രായേൽ അംഗീകരിച്ചതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. 60 ദിവസത്തേക്കുള്ള ഒരു വെടിനിർത്തലാണ് ഈ പ്രപ്പോസലിലുള്ളത്. ഇതിന് പകരമായി ഹമാസ് അവരുടെ കയ്യിലുള്ള ജീവനുള്ള 10 ബന്ദികളെയും 18 ഡെഡ് ബോഡികളും കൈമാറും. പകരമായി ഇസ്രായേൽ 125 ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെയും 1111 മറ്റ് തടവുകാരെയും 180 പാലസ്തീനിയൻ ശവശരീരങ്ങളും അങ്ങോട്ട് തിരിച്ചും കൈമാറും. 60 ദിവസത്തെ വെടിനിർത്തലും ഈ പാക്കേജിലുണ്ട്. ഈ പാക്കേജ് ഇസ്രായേൽ അംഗീകരിക്കുന്നതായി ഇസ്രായേൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഹമാസ് ഇതുവരെ ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനം പറഞ്ഞിട്ടില്ല. കാരണം അവരുടെ ഡിമാൻഡ് അനുസരിച്ച് ഒരു പരിപൂർണമായ വെടിനിർത്തൽ, ഒരു ഫുൾ സ്റ്റോപ്പാണ് ഇതിനാവശ്യമുള്ളത്. അപ്പോൾ ഈ ഫുൾ സ്റ്റോപ്പിലും അവർ ഈ മുഴുവൻ ബന്ദികളെയും കൈമാറുന്ന കാര്യമായിട്ട് പറയുന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഹമാസ് ഈ കരാറിന് അംഗീകരിക്കാനാണ് സാധ്യത. കാരണം ഹമാസിനെ ഇവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഫോഴ്സ് ഇല്ല. അപ്പോൾ അവർ പറയുന്നത് ഇത് അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻ്റ് ആണ്. ഈ സെറ്റിൽമെൻ്റ് ഒരു ഡിസ്കസ് ചെയ്തുണ്ടാക്കിയതല്ല എന്നാണ് അവർ പറയുന്നത്. ഇസ്രായേലും അമേരിക്കയും കൂടി അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻ്റ് എന്നാണ്. എന്ത് പറഞ്ഞാലും ശരി, അവർക്കിത് അംഗീകരിക്കുന്നതാവും നല്ലത്. അംഗീകരിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെടിനിർത്തൽ എന്നുള്ളത് അത്രയും അത്യാവശ്യമാണ് ഹമാസിനെ സംബന്ധിച്ച്. ഇസ്രായേൽ പരിപൂർണമായും, ഗാസ പരിപൂർണമായും ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്, IDFിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഇന്നലെ നെതന്യാഹു പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് ഗാസയുടെ 100% പ്രദേശത്തും IDF നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്, പട്ടാള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിവിലിയൻ നിയന്ത്രണമല്ല, പട്ടാള നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഗറില്ല ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. ഇതിൻ്റെ അർത്ഥം മുഴുവൻ ഹമാസിനെയും കൊന്നു തീർത്തുവെന്നോ അല്ലെങ്കിൽ ഹമാസ് അതിൻ്റെ അംഗങ്ങൾ മുഴുവൻ പിടിയിലായോ എന്നോ അല്ല. കാരണം ഈ 20 ലക്ഷം മനുഷ്യരുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ആളുകൾ, ഇത് ഹമാസ് ഏത് സാധാരണക്കാരേത് എന്ന് ഒരു തരത്തിൽ തിരിച്ചറിയാനാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ മുഴുവൻ ഭീകരരും ജയിലിനകത്തായി അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർ മരിക്കുന്നതിനനുസരിച്ച് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ഹമാസ് എന്ന് പറയുന്നത് മതത്തിൻ്റെ പേരിൽ തീവ്രവാദത്തിനിറങ്ങിയ ആളുകൾ മാത്രമല്ല, ഇവർക്ക് ഹെവി പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു, ഇവർക്ക് കൊടുക്കുന്ന മാസ സാലറി, ആദ്യം കൊടുത്തിരുന്ന മാസ സാലറി ഏകദേശം $1200 അപ്പോൾ ഏറ്റവും താഴെയുള്ളവർക്ക്. അതിന് മേലോട്ട് കയറുന്നതനുസരിച്ച് സാലറി കൂടും. ഗാസ പോലത്തെ ഒരു സ്ഥലത്ത് $1200 എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. അവിടെയുള്ള ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ്റെ മാസവരുമാനം ഒരുപക്ഷെ $10 $25 ആയിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു വ്യക്തിക്ക് ഇത്രയും വലിയൊരു സാലറി കിട്ടുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ആ ഒരു സാലറിയുടെ അട്രാക്ഷൻ വളരെ പ്രധാനമായും ഇതിലേക്ക് ഒരു ആകർഷകമായ ഘടകമായി വരുന്നുണ്ട്. അപ്പോൾ ഹമാസ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളുടെ കൂട്ടത്തിലൊന്ന് ഇവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ ഇപ്പോൾ പണം എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവർ പണം എത്തിച്ചിരുന്നതും ആയുധങ്ങൾ എത്തിച്ചിരുന്നതും ഒക്കെ ഭക്ഷണം എന്ന പേരിൽ വരുന്ന ട്രക്കുകളുടെ ഉള്ളിലായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ ഭക്ഷണ സാധനങ്ങൾക്ക് ബ്ലോക്കേഡ് ഏർപ്പെടുത്തിയത്. കാരണം ഭക്ഷണ സാധനങ്ങളുടെ പേരിൽ അവിടെ നിന്ന് വരുന്ന ലോറികൾക്കകത്ത് ഒളിച്ചു കടത്തുന്നത് ഹമാസിന് ആവശ്യമുള്ള പണം, ആയുധങ്ങൾ, മറ്റ് വസ്തുക്കൾ, കമ്മ്യൂണിക്കേഷൻ വസ്തുക്കൾ, ഈ വക സാധനങ്ങളൊക്കെയാണ് ഇവർ ഒളിച്ചു കടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കടത്തിക്കൊണ്ട് വന്നപ്പോഴാണ് ഈ ബ്ലോക്കേഡ് ഏർപ്പെടുത്തുകയും അപ്പോൾ ഇവർ ഭക്ഷ്യക്ഷാമം ഉണ്ടായി എന്ന് പറഞ്ഞ് വലിയ ഒരു ക്യാമ്പയിൻ തുടങ്ങുകയും ചെയ്തു. വാസ്തവത്തിൽ ഈ ക്യാമ്പയിൻ്റെ പുറകിൽ UN-ഉം BBC-യുമാണ്. ഇത് രണ്ടും അന്താരാഷ്ട്ര മേഖലകളിൽ അങ്ങേയറ്റം ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സംഗതികളാണ് താനും. അവിടെ UN 100% പക്ഷപാതപരമായാണ് പെരുമാറുന്നത്. കാരണം അവിടെ UN-ന്റെ റിക്രൂട്ട്സ് എന്ന് പറഞ്ഞു, UN എന്ന് പറഞ്ഞാൽ ഒരു സംഘടന പ്രവർത്തിക്കുന്ന ആൾ വേണ്ടേ. അപ്പോൾ അവിടെ UN-ന്റെ വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്ന ആളുകൾ മുഴുവൻ ഹമാസ് പ്രവർത്തകരാണ്. അന്ന് ഒക്ടോബർ 7, 2023 ഇസ്രായേൽ കടന്നു കയറിയ തീവ്രവാദികളുടെ കൂട്ടത്തിൽ, ഭീകരപ്രവർത്തകരുടെ കൂട്ടത്തിൽ ധാരാളമായി ഈ ഉർണ എന്ന് പറയുന്ന UN-ന്റെ അവിടെ പ്രവർത്തിക്കുന്ന വിങ്ങിലെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഇസ്രായേൽ എത്രയോ ആളുകളെ പിടിച്ച് മാധ്യമങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നു. ഇപ്പോഴും വിചാരണ നേരിടുന്ന ആളുകളുണ്ട്. ആ വിചാരണ നേരിടുന്നവർ ഇസ്രായേലിൻ്റെ അകത്ത് വെച്ച് പിടിക്കപ്പെട്ടവർ, ഇസ്രായേലിൻ്റെ ഉള്ളിൽ വെച്ച് പിടിക്കപ്പെട്ടവർ, ആ വിചാരണ നേരിടുന്നവർ തങ്ങൾ UN-ന്റെ പ്രവർത്തകരാണ് എന്നതിന് പേരിൽ കൺസെഷൻ വേണമെന്ന് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. മറ്റു രാജ്യത്ത് കയറി അക്രമം കാണിച്ചിട്ട് ഞങ്ങൾ UN-ന്റെ പ്രവർത്തകരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൺസെഷൻ വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ റിക്വസ്റ്റ് ചെയ്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ UN-ന്റെ കൈകളായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ UN-ന്റെ വോളണ്ടിയേഴ്സായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് മുഴുവൻ ഹമാസിൻ്റെ പ്രവർത്തകരാണ്. അവരാണ് ഈ പട്ടിണി എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുകയും ഈ ബഹളത്തിന് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കൊടുക്കുന്ന BBC എന്നൊരു മാധ്യമമാണ്. BBC ആണ് ഈ ഗാസയിലെ വിഷയങ്ങൾ ഏറ്റവും കൃത്യമായി കവർ ചെയ്യുന്ന
ഇൻഡിപെൻഡന്റ് എന്ന വേഷം ധരിച്ചിട്ടുള്ള ഒരു ന്യൂസ് ഏജൻസിയുള്ളത്. പിന്നെയുള്ളത് അൽ ജസീറയാണ്. അൽ ജസീറയെ സംബന്ധിച്ച് അൽ ജസീറ ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു മൗത്ത് പീസ് ആണ് എന്ന് എല്ലാവർക്കും അറിയുന്നുണ്ട്. അൽ ജസീറയുടെ വാർത്തകൾക്ക് വിശ്വാസ്യത കുറയും. പക്ഷേ പല റിപ്പോർട്ടുകളും അൽ ജസീറയും ആശ്രയിക്കേണ്ടി വരും. കാരണം അവർക്ക് ആക്സസ് കൂടുതലുണ്ട് ഇത്തരം സ്ഥലങ്ങളിലേക്ക്. ഉദാഹരണമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് വാർത്തകൾ കിട്ടുന്ന അൽ ജസീറ വാർത്തകൾ നോക്കിയാൽ അത് വേറെ നിവൃത്തിയില്ല. പാകിസ്ഥാനിൽ മറ്റ് വാർത്താ മാധ്യമങ്ങൾക്ക് ആക്സസ് കുറവാണ്. അപ്പം അൽ ജസീറ ഒരു ഇന്റർനാഷണൽ മാധ്യമം, അതിലെ വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. പക്ഷെ BBC-ക്ക് ഒരുപാട് കാലം കൊണ്ട് BBC നേടിയെടുത്തൊരു വിശ്വാസ്യതയും ഈ ഗാസ പ്രശ്നത്തിൽ BBC 100% പക്ഷപാതപരമായാണ് പെരുമാറുന്നത്. അപ്പോൾ പലപ്പോഴും BBC-യിൽ വരുന്ന ഫോട്ടോകൾ നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ കാണുന്നത് പോലെ വളരെ മെലിഞ്ഞ് തൊലിഞ്ഞ് എല്ലുന്തിയ സ്ട്രക്ചറുള്ള കുട്ടികളെ, ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞുകൊണ്ട് അവരിറക്കുന്ന ഫോട്ടോകൾ 100% ഫേക്കാണ്. കാരണം ഈ ദിവസങ്ങളിൽ ഈ അമേരിക്കയുടെ നേതൃത്വത്തിൽ അവിടെ തുടങ്ങി വെച്ച ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററുകൾ ഈ ദിവസങ്ങളിലെല്ലാം അത് ആക്രമിക്കപ്പെടുകയുണ്ടായി. തുറന്ന ദിവസം മുതൽ അവിടുത്തെ ഫുഡ് വലിച്ചു വാരി കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ വന്ന് ബഹളം കൂട്ടി പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇന്ന് മനോരമ അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഇസ്രായേൽ സേന വെടിവെക്കുകയും അങ്ങനെ ഒരാൾ മരിക്കുകയും ചെയ്യുന്നുള്ളൂ. പക്ഷേ അവർക്ക് വേണ്ടത് അതാണ്. അവർക്ക് വേണ്ടത് ഭക്ഷണ സാധനമല്ല. ഇത് ഹമാസ് അനുകൂലരായിട്ടുള്ള ആളുകൾ ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററിൽ കയറി ഖയോസ് ഉണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, അവിടെ വെടിവെപ്പ് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആളുകളെ വെടിവെച്ച് വന്നേ, അയ്യോ ഞങ്ങളെ വെടിവെച്ച് വന്നേ എന്ന് ഇരവാദം വീണ്ടും ഇന്റർനാഷണൽ മാധ്യമങ്ങളുടെ മുൻപിൽ ഉയർത്തി ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററുകൾ അടപ്പിച്ച് വീണ്ടും UN-ന്റെ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററുകൾ തുറന്ന് അങ്ങനെ അതിലേക്ക് വരുന്ന ലോറികളിൽ ആയുധവും പണവും കടത്താനാണ് ഹമാസ് ശ്രമിക്കുന്നത്. അതാണ് UN കൂട്ടു നിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററുകളിൽ കയോസ് നടക്കുന്നതിൻ്റെ വീഡിയോകൾ ഇന്ന് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് നോക്കി അവിടെ വരുന്ന ആളുകൾ ഏത് തരത്തിൽപ്പെട്ടവരാണ്. പട്ടിണി കിടന്ന ഒരൊറ്റ മനുഷ്യൻ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റില്ല. ചെറുപ്പക്കാരെല്ലാവരും നല്ല ജിം ബോഡിയായിട്ട് വന്നതാണ്. നല്ല ജിം ബോഡിയാണ്. എല്ലാ ചെറുപ്പക്കാരും നല്ല മസിൽമാന്മാരാണ്. അതുപോലെ കുട്ടികളവിടെ ഇല്ല. സ്ത്രീകളാണെങ്കിലും ഒരാളുടെ മുഖത്തും ഒരു ക്ഷീണമോ ഒരു പ്രയാസമോ ഇല്ല. എന്ന് പറഞ്ഞാൽ അവർ നല്ല ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നതെന്ന് അവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ യാതൊരു ലക്ഷണവും ഇവിടെ വന്ന് ബഹളം കൂട്ടുന്ന പതിനായിരക്കണക്കിനായ മനുഷ്യരുടെ യാതൊരു ലക്ഷണവും ആ മനുഷ്യരിൽ നമുക്ക് കാണാനില്ല. എന്ന് പറഞ്ഞാൽ ഗാസയിൽ വാസ്തവത്തിൽ പട്ടിണിയില്ല. ഗാസയിലെ പട്ടിണി എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് പട്ടിണിയാണ്. അവിടെ UN മാത്രമല്ല ഭക്ഷണം വിതരണം ചെയ്യുന്നത്, അവിടെ വേറെയും NGOs ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഭക്ഷണം എത്തുന്നുണ്ട്. അപ്പോൾ UN-ന്റെ ഭക്ഷണം എത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് UN കരയുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഈ ഹമാസിന് വേണ്ടി മറിച്ചു കൊടുക്കാൻ ഇവർ കൊണ്ടുവരുന്ന ആയുധങ്ങളും അതുപോലെ പണവും അത് കടത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ UN-ൽ പ്രവർത്തിക്കുന്ന ഹമാസ് പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട സങ്കടം. അതിൻ്റെ പേരിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ മുൻപിൽ വെക്കുന്ന ഇരവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദമാണ് പട്ടിണി കിടന്ന് കുഞ്ഞുങ്ങൾ മരിക്കുന്നു. പട്ടിണി കിടന്ന കുഞ്ഞ് മാത്രമല്ലല്ലോ മരിക്കുക, പട്ടിണി കിടന്ന വലിയൊരു മരിക്കില്ലേ? എന്തുകൊണ്ട് കുഞ്ഞ് മരിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം UN-ന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. 14,000 കുട്ടികൾ 48 മണിക്കൂറിനുള്ളിൽ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് UN-ന്റെ അവിടുത്തെ ടോപ്പ് ഒഫീഷ്യൽ പ്രസ്താവന ഇറക്കി. 48 മണിക്കൂറും കഴിഞ്ഞു, അതിൻ്റെ ഇരട്ടി സമയം കഴിഞ്ഞ്, അതിൻ്റെ അപ്പുറത്തെ സമയം കഴിഞ്ഞു. പട്ടിണി കിടന്ന ഒരു കുഞ്ഞെങ്കിലും അവിടെ മരിച്ചതായിട്ട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ന്യൂസാണ്. 14,000 കുഞ്ഞുങ്ങൾ മരിക്കാൻ പോയിട്ട് ഒരു കുഞ്ഞ് പോലും പട്ടിണി കിടന്ന് ഇവരുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം മരിച്ചിട്ടില്ല. അപ്പം വളരെ പ്രകോപനപരമായ അല്ലെങ്കിൽ ആളുകളെ ആങ്സൈറ്റിയിലെത്തിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ഇരവാദത്തിൻ്റെ ഒരു അറ്റമാണിത്. ഇരവാദം പലതരത്തിൽ ഉന്നയിക്കാം. അതിലൊരു ഇരവാദമാണ് ഈ പട്ടിണി എന്നുള്ള ഇരവാദം. വാസ്തവത്തിൽ ഗാസയിൽ പട്ടിണി ഇല്ല എന്നുള്ളതാണ് സത്യം. അവിടെ ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇവിടെ ഇപ്പോൾ ഭക്ഷണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥലം അലമ്പാക്കുന്നത് ഭക്ഷണം വേണ്ടാഞ്ഞിട്ടാണല്ലോ. ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഒന്ന് വാങ്ങിക്കൊണ്ട് പോകുമല്ലോ. അവിടെ വന്ന് ആ ഭക്ഷണ സെൻറ്റർ അടപ്പിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത തരത്തിൽ അവിടെ വന്ന് കയോസ് ഉണ്ടാക്കുന്നത് വാസ്തവത്തിൽ ഭക്ഷണം ആവശ്യമില്ല, നിങ്ങളെ കൊണ്ട് ഇത് വിതരണം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല, ഇനി വേണമെങ്കിൽ ഞങ്ങളെ വെടിവെച്ച് കൊന്നോളൂ എന്നുള്ള ഒരു മെസ്സേജാണ് ഇവർ ഈ ഭക്ഷണം വിതരണം ചെയ്യാൻ ശ്രമിക്കുന്ന ഏജൻസിക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഗാസ ഇസ്രായേലിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് പറയുമ്പോഴും പോലീസിംഗ് എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. ഇത് ചെയ്യേണ്ടത് പോലീസാണ്. പട്ടാളം എന്ന് പറഞ്ഞാൽ വടിയും നടക്കുന്നവരല്ല, അവരുടെ തോക്കാണുള്ളത്. അവർക്ക് അധികം ഉപയോഗിക്കാൻ അറിയാവുന്ന തോക്കാണ്. അപ്പോൾ അവർ ആ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയ്യോ ഭക്ഷണം വാങ്ങാൻ പോയാൽ വെടിവെച്ച് വന്നേ എന്ന് പറഞ്ഞുകൊണ്ടാവും അടുത്ത നിലവിളി വരുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇസ്രായേൽ അങ്ങേയറ്റം ബോധ്യം ഇസ്രായേലിനുണ്ട്. കാരണം ഇസ്രായേൽ വളരെയേറെ ബുദ്ധിമുട്ടിലായിപ്പോയത് ഈ ഒരു പ്രചരണത്തിൻ്റെ പേരിലാണ്. ഗാസയിൽ ബ്ലോക്കേഡാണ്, അവിടെ എല്ലാവർക്കും പട്ടിണിയാണ് എന്നുള്ളൊരു പ്രചരണം അത് വളരെ ഇഫക്റ്റീവായിട്ട് എല്ലായിടത്തും എത്തിക്കുവാൻ, ലോകം മുഴുവൻ എത്തിക്കുന്നതിൽ ഹമാസും BBC-യും വിജയിച്ചു എന്നുള്ളതാണ് സത്യം. ആ പട്ടിണിയുടെ പേരിലാണ് ഇസ്രായേലിന് മുകളിൽ പ്രഷർ മുഴുവൻ വന്നത്. നിങ്ങൾ ആളുകളെ പട്ടിണിക്കിടുന്നു,
അവിടെ യുദ്ധം ചെയ്യുന്നു എന്നുള്ളതല്ല, പട്ടിണിക്കിട്ട് കൊല്ലുന്നു എന്നുള്ളൊരു പ്രഷറാണ് ഇസ്രായേലിൻ്റെ മുകളിൽ എത്തിച്ചത്. അക്കാര്യത്തിൽ BBC വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. BBC പ്രവർത്തിക്കുന്ന ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇതിന് ഈ ഒരു വിഷയത്തിൽ വിജയിച്ചു എന്നല്ല. എല്ലാ സ്ഥലത്തും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിൽ, അതുപോലെ എല്ലാ സംഘടനകളും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന കാറ്റഗറി എല്ലായിടത്തും വാർത്താമാധ്യമങ്ങൾ സർവ്വസ്ഥലത്തും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രചരണത്തിൻ്റെ ഒരു വാല്യൂ വളരെയേറെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഇവരെ. അതുകൊണ്ട് തന്നെ ഇരവാദം എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാനും ഉന്നയിക്കാനും അങ്ങനെ ആളുകളെ സഹതാപം പിടിച്ചു പറ്റാനും അങ്ങനെ സഹതാപം പിടിച്ചു പറ്റി ഓരോ സ്ഥലങ്ങളിൽ കയറിക്കൂടാനും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇവർ കയറിക്കൂടിയിരിക്കുന്നത് ഈ സഹതാപത്തിന് പേരിലാണ്. ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല എന്നും പറഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങൾ കടന്നു കയറുകയും ഇന്ന് യൂറോപ്പിൻ്റെ തെരുവുകൾ അവർ അഴിഞ്ഞാടുകയും ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവരോട് കയറിക്കൂടിയത് ഇരവാദം ഉന്നയിച്ചുകൊണ്ടാണ്. ഞങ്ങളെ അവർ കൊല്ലാൻ ശ്രമിക്കുന്നു, ഇവർ കൊല്ലാൻ ശ്രമിക്കുന്നു, പട്ടിണിയാണ്, സഹായിക്കണം. അങ്ങനെ സഹായിച്ച കൈകളിൽ ആഞ്ഞു കടിച്ച കഥയാണ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും പറയാനുള്ളത്. ഇംഗ്ലണ്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ബ്രിട്ടനിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, പല പ്രദേശങ്ങളും അവർ കീഴടക്കി ആ ഭാഗങ്ങളിലേക്ക് പോലീസിന് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നു. മതത്തിൻ്റെ പേരിൽ സർവ്വ കച്ചറയും ഉണ്ടാക്കുന്നു. അപ്പോൾ ഇരവാദം എത്രത്തോളം ഇഫക്റ്റീവായി ഉപയോഗിക്കാമെന്ന് അറിയാവുന്നത് ഇവരെ പോലെ വേറെ ആരുമില്ല. അപ്പോൾ ഇത് കൃത്യമായി അറിയുന്ന ഇസ്രായേൽ അതിന് മറുപടി അവരുടെ രീതി കൂടെ ആര് പറയുന്നത് ശ്രദ്ധിക്കില്ല. വെസ്റ്റ് ബാങ്കിലെ 22 സെറ്റിൽമെൻറ്റുകൾ കൂടി പുതുതായി ഇസ്രായേൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവിടെ ഓൾറെഡി 160ഓളം സെറ്റിൽമെൻറ്റുകളുണ്ട്. അതിനകത്ത് 7 ലക്ഷത്തോളം ഇസ്രായേൽക്കാർ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ താമസിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൻ്റെ മുഴുവൻ ഏരിയയിലുമായിട്ട് പരന്നാണ് ഈ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കുന്നത്. കാരണം ഇസ്രായേൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് ഒതുക്കിയിട്ടല്ല, എല്ലാ പാലസ്തീനികളുടെ നടുവിൽ കൊണ്ടുപോയിട്ടാണ് ഇസ്രായേൽ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. അവരെ സംബന്ധിച്ച് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ ആ ഭാഗം കൂടി ഇസ്രായേലിനോട് ചേർത്തത്തക്ക രീതിയിൽ അവിടെ ഇസ്രായേൽക്കാർ പരന്ന് ജീവിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ഇതേ കാര്യം ഒരു ഗോലാൻ കുന്നുകളിലും, സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകളിലും ചെയ്യുന്നുണ്ട്. ഗാസയിൽ ഇതേ കാര്യം അവർ ചെയ്യും. പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ അവർ താമസിയാതെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കും. അങ്ങനെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാർ ജീവിക്കുന്ന സ്ഥലമായി അത് മാറും. പതിയെ വെസ്റ്റ് ബാങ്കിൽ ഈ അറബികൾ കോർണർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഇസ്രായേലിൻ്റെ സെറ്റിൽമെൻറ്റുകളാണ്. ഇസ്രായേലിൻ്റെ സെറ്റിൽമെൻറ്റുകളുടെ ഫ്രീ ആയിട്ട് നടക്കാൻ പോലുള്ള ആക്സസ് അവർ കൊടുക്കത്തില്ല. ഇതിന് ശരിതെറ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇവരുടെ അടുത്ത് ഇത്തരം കാര്യങ്ങളെ നടക്കൂ. കാരണം അവർ തിരിച്ച് പെരുമാറുന്നത് തീർത്തും സംസ്കാരശൂന്യമായ രീതിയിലാണ്. അപ്പോൾ അവരോട് സംസ്കാരത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച് അവർക്ക് മനസ്സിലാക്കി തരാമെന്നുള്ളത് ഇസ്രായേലിന് ബോധ്യമുള്ള കാര്യമാണ്. മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുകയില്ല. കാരണം സാധാരണ സമൂഹങ്ങളിൽ നമുക്കിത് പരിചയമുള്ള കാര്യമല്ല. മനുഷ്യത്വം എന്നുള്ളത് സാധാരണ എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ്. മനുഷ്യത്വം ആളുകൾ കാണിക്കും. പക്ഷെ മനുഷ്യത്വത്തിന് തിരിച്ചു കിട്ടുന്നത് എന്താണെന്നുള്ളത് ഇസ്രായേൽക്കാർക്ക് കൃത്യമായി അറിയാം. കാരണം ഒക്ടോബർ 7, 2023 അവിടെ പാലസ്തീനികൾക്ക് പ്രവേശിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തത് മുഴുവൻ പാലസ്തീനികളായിട്ടുള്ള ആളുകൾ ഇസ്രായേൽക്കാരുടെ വീടുകളിൽ ജോലി ചെയ്തിരുന്നവരാണ്. അവരുടെ വീടുകളിൽ നിന്ന് ജോലി ചെയ്യുകയും അവരിൽ നിന്ന് സഹായം സ്വീകരിക്കുകയും അതുകൊണ്ട് ജീവിക്കുകയും ചെയ്തവർ തന്നെ അവരുടെ വീടിൻ്റെ വാതിലുകൾ തുറന്നിട്ട് കൊടുത്ത് ഭീകരപ്രവർത്തകർക്ക് പ്രവേശനം അനുവദിച്ചതാണ് ഒക്ടോബർ 7, 2023 കണ്ടത്. ഇത് എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയും അവർക്കിത് പരിചിതമായൊരു സംഗതി ആയതുകൊണ്ടാണ് അവരത്ര ഹാർഷായിട്ട് അതിനോട് റിയാക്ട് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഒറ്റ വീഡിയോയിൽ സൂചിപ്പിച്ചത് അവരെ സംബന്ധിച്ച് എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്. ഒന്നുകിൽ തങ്ങൾ വധിക്കപ്പെടും, അല്ലെങ്കിൽ തങ്ങൾ അവരെ കൊല്ലണം. ഒന്നുകിൽ തങ്ങൾ വധിക്കപ്പെടും, ഇല്ലെങ്കിൽ തങ്ങൾ അവരെ കൊല്ലണം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ച് പ്രിഫറബിൾ ആയിട്ടുള്ളത് അവരുടെ ജീവനായതുകൊണ്ട് അവരുടെ ജീവനും അവരുടെ സ്വത്തും സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അവർ മുൻകൂട്ടി ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം.